ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാർട്ട് സർക്കുലേഷൻ ആണ്. ഹാർട്ട് സർക്കുലേഷൻ എന്താന്ന് വെച്ചാൽ ഇപ്പം ഒരു നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് എത്തുന്നത് എങ്ങനെയാണ്, അത് പവർ ഹൗസിൽ നിന്നാണ് അതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് എത്തിക്കുന്നതിന്റെ മെയിൻ പവർ ഹൗസ് ആണ് നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ ഹാർട്ട്. അപ്പം അത് രണ്ട് പ്രധാനമായിട്ടും കൈവഴികൾ എന്ന് പറയാം, രണ്ട് സർക്യൂട്ട്സ് ആ ഒരു സർക്കുലേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് സിസ്റ്റമിക് സർക്കുലേഷനും പൾമനറി സർക്കുലേഷനും. സിസ്റ്റമിക് സർക്കുലേഷൻ വെച്ചാൽ ഹാർട്ടിൽ നിന്ന് നമ്മുടെ ശരീരഭാഗത്തേക്ക് എത്തുന്ന ആ ഒരു ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ രക്തയോട്ടത്തിനെയാണ് നമ്മൾ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ലങ്സിൽ പോയിട്ട് ആ ബ്ലഡ് ശുദ്ധീകരിച്ച് തിരിച്ച്, അതായത് നമ്മുടെ ശരീരഭാഗത്ത് നിന്ന് തിരിച്ചെത്തുന്ന ബ്ലഡ്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിൽ പോയിട്ട് അവിടുന്ന് ശുദ്ധീകരിച്ച് തിരിച്ചെത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പൾമനറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ടും ഹാർട്ടിന്റെ ഒരു സ്ട്രക്ചർ പഠിച്ചപ്പം നമ്മൾ ഏട്രിയ, വെൻട്രിക്കിൾ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമെന്ന്. അപ്പം ഈ ഒരു ഇതാണ് നമ്മുടെ ഒരു ഹാർട്ടിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പം ഈ കാണുന്ന ഭാഗത്തെയാണ് സുപ്പീരിയർ വേനക്കാവ എന്ന് പറയുന്നത്, ഈ കാണുന്നത്. അതുപോലെ ഇത് ഇൻഫീരിയർ വേനക്കാവ. ഇൻഫീരിയർ വീനക്കാവ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വയറ്, പെൽവിക് ഏരിയ, അതുപോലെ ലോവർ എക്സ്ട്രീമിറ്റീസ്, അവിടെ നിന്നുള്ള ചീത്ത ബ്ലഡ്, അതായത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡീഓക്സിജേറ്റഡ് ബ്ലഡ് എല്ലാം തിരിച്ച് ഹാർട്ടിലേക്ക് എത്തിക്കുന്നത് ഈ ഇൻഫീരിയർ വേനക്കാവയാണ്. അതുപോലെ ഇതാണ് സുപ്പീരിയർ വീനക്കാവ. അത് നമ്മുടെ ഹെഡ്, അതായത് തല മുകളിലത്തെ എക്സ്ട്രീമിറ്റീസ്, അതായത് അപ്പർ എക്സ്ട്രീമിറ്റീസ്, അവിടെ നിന്നൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലേക്ക് എത്തിക്കുന്നത് ഈ സുപ്പീരിയർ വേനക്കാവയാണ്. അപ്പം സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും എന്താ ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഓക്സിജനൊക്കെ എല്ലാവർക്കും കൊടുത്ത് തിരിച്ചു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമ്മുടെ ഹാർട്ടിലേക്ക് എത്തിക്കുന്നു. അപ്പം ഇവിടെയാണ് അതിന്റെ എൻട്രൻസ് എന്ന് പറയാം. അപ്പം ഇവിടുന്ന് വരുന്നത്, അതായത് ഈ ഇൻഫീരിയർ വേനക്കാവയിൽ നിന്ന് സുപ്പീരിയർ വേനക്കാവയിൽ നിന്ന് വരുന്ന ബ്ലഡ് എത്തിച്ചേരുന്നത് ആദ്യത്തെ ചേമ്പറിലാണ്, അതായത് റൈറ്റ് ഏട്രിയ എന്ന് പറയും. റൈറ്റ് ഏട്രിയയിൽ നിന്ന് ഈ പോകുന്നത് അടുത്ത വെൻട്രിക്കിളിലേക്കാണ്, റൈറ്റ് വെൻട്രിക്കിൾ. അങ്ങനെ ചുമ്മാ പോകത്തില്ല. ഇപ്പം നമുക്കറിയാം, ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ തവണ, അതിന്റെ ഇടയ്ക്ക് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, അതായത് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുമ്പം അതിന് പിന്നെ തിരിച്ച് ആ ബ്ലഡ് വരരുതല്ലോ റൈറ്റ് ഏട്രിയത്തിലേക്ക്. അപ്പം അതിന് രണ്ടിനും ഇടയിലായിട്ട് ഇവിടെ ഒരു വാൽവ് ഉണ്ട്. ആ വാൽവിന് പറയുന്ന പേരെന്തായിരുന്നു? ട്രൈക്കസ്പിഡ് വാൽവ്. ഇപ്പം ഒരു ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ ഞാൻ പറയാം, ട്രൈക്കസ്പിഡ്, റൈറ്റ് സൈഡിലുള്ള ട്രൈക്കസ്പിഡ്. ട്രൈ എന്ന് വെക്കുമ്പോൾ എന്താ? 3, അതായത് 3 ഫ്ലാപ്പ് ഉണ്ടാവും ഇതിന്. അതുകൊണ്ടാണ് അതിന് ട്രൈക്കസ്പിഡ് എന്ന് പറയുന്നത്. ഫ്ലാപ്പ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇങ്ങനെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാമെന്ന ഒരു സംഭവം ഇതളുകളിൽ നിന്ന് വേണം നമുക്ക് പറയാൻ. അപ്പൊ അതിനെ സഹായിക്കുന്നത്, അതായത് ട്രൈക്കസ്പിഡ് വാൽവിനെ അതിനെ കറക്റ്റ് ആയിട്ട് ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും തുറക്കാനും അടയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന പാപ്പിലറി മസിൽസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ട്രക്ചറും അവിടെ ഉണ്ട്. അപ്പം ഈ പറയുന്ന ട്രൈക്കസ്പിഡ് വാൽവ് എന്താ ചെയ്യുന്നത്, ഈ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ഈ ബ്ലഡ്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വന്ന് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് തുറക്കുമ്പം അത് റൈറ്റ് വെൻട്രിക്കിളിലേക്ക്, റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ആ ബ്ലഡ് പോകും. അത് കഴിയുമ്പം അത് അടയും. ആ ഫ്ലാപ്പ് അവിടെ വെച്ചിരിക്കുന്നത്, അതായത് ആ ട്രൈക്കസ്പിഡ് വാൽവ് എന്താ ചെയ്യുന്നത്, തിരിച്ച് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് പോകുന്നത് ആ ഒരു ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, റൈറ്റ് സൈഡ്, അതായത് ഹാർട്ടിന്റെ റൈറ്റ് സൈഡിൽ പ്രഷർ കുറവാണ്. കാരണം അത് നമ്മുടെ ശരീരഭാഗത്ത് നിന്ന് തിരിച്ചു വരുന്ന ആ ഒരു ബ്ലഡ് ആണത്, അതിനധികം പ്രഷറിന്റെ ആവശ്യമില്ല. അപ്പം ഈ ഒരു റൈറ്റ് സൈഡിൽ എപ്പോഴും ഈ ലെഫ്റ്റ് സൈഡിനെ അപേക്ഷിച്ചിട്ട് പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത് നിർമ്മിച്ചിരിക്കുന്നത്, അതിന്റെ ഭിത്തികൾക്കൊക്കെ കനവും കുറവായിരിക്കും, അതായത് തിക്നെസ് അതും കുറവായിരിക്കും. ഇപ്പൊ ഈ റൈറ്റ് വെൻട്രിക്കിൾ വന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇനി എന്ത് ചെയ്യണം? ഇപ്പൊ ചീത്ത ബ്ലഡ് നമ്മുടെ ശരീരത്തിലുള്ളതൊക്കെ റൈറ്റ് വെൻട്രിക്കിളിലാണ് വന്ന് നിൽക്കുന്നത്. അവിടെ നിന്ന് നേരെ പോകുന്നത് എങ്ങോട്ടാ പോകേണ്ടത്? അടുത്ത ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ഒരു വാൽവ് ഉണ്ട്. അതിന്റെ പേരാണ് പൾമോണിക് വാൽവ്. പൾമോണിക് എന്നുള്ളതൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്നത് ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. എന്താ? ലങ്സിലേക്കാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഓക്സിജനേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ലങ്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പോകുന്നത് ഒരു ഒരു പൾമണറി ആർട്ടറി വഴി, അതായത് നമ്മുടെ ശരീരത്തിൽ ആകെ ഒരു ആർട്ടറി ചീത്ത ബ്ലഡ് കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ അത് ആരാണ്? ഈ പൾമണറി ആർട്ടറിയാണ്. അപ്പം ഈ പൾമണറി ആർട്ടറിക്കും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്ക് ഒരു വാൽവ് ഉണ്ട്, അതാണ് പൾമോണിക് വാൽവ് എന്ന് പറയുന്നത്. ഈ പൾമോണിക് വാൽവും ഇതുപോലെ തന്നെ, അതായത് ബ്ലഡ് പോകുമ്പോൾ
അത് തുറക്കും, ബ്ലഡ് തിരിച്ചു വരാണ്ടത് ക്ലോസ്ഡ് ആവും. അതാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. ഈ പൾമോണിക് വാൽവ് എന്താ ചെയ്യുന്നത്? റൈറ്റ് വെൻട്രിക്കിളിനും പൾമിനറി ആർട്ടറി ഓപ്പൺ ചെയ്യുന്നതിനും ഇടയ്ക്കായിട്ടാണ് ഇരിക്കുന്നത് നോക്കാം. അപ്പം ഇവിടുന്ന് വന്നു ബ്ലഡ്, ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആണിത്. ഈ ബ്ലൂവിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ഒക്കെ അങ്ങനെയാണ്. അപ്പം ഇവിടുന്ന് ഇങ്ങനെ ഈ സൈഡിലേക്ക് പോകുന്നത് പൾമിനറി ആർട്ടറി. ഇവിടെയാണ് നമ്മുടെ ലങ്സ് ഇരിക്കുന്നത്. ഇവിടെ നമ്മുടെ റൈറ്റ് ലങ് ഉണ്ട്, ഇവിടെ നമ്മുടെ ലെഫ്റ്റ് ലങ് ഉണ്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് പോകുന്നത് പൾമിനറി ആർട്ടറി ലെഫ്റ്റ് ലങ്ങിലേക്ക് ബ്ലഡ് കൊണ്ടുപോയി അവിടെ ബ്ലഡ് പ്യൂരിഫിക്കേഷന് കൊടുക്കും. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നത് ഇവിടെ വന്ന് റൈറ്റ് സൈഡിലെ ലങ്ങിനും പ്യൂരിഫിക്കേഷന് കൊടുക്കും. അപ്പൊ അവിടെ വെച്ച് പ്യൂരിഫിക്കേഷൻ ഒക്കെ നടന്ന് ഓക്സിഡേറ്റഡ് ബ്ലഡ് ആണ് നമുക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഓക്സിഡേറ്റഡ് ബ്ലഡ് എങ്ങനെ തിരിച്ചു വരുന്നത്? അതിന് 4 പൾമിനറി വെയിൻ ആണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ പോലെ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് കൊണ്ടുവരുന്നത്, അതായത് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നത് 4 പൾമിനറി വെയിൻസ് ആണ്. അതിൽ റൈറ്റ് സൈഡിൽ 2 പൾമിനറി വെയിൻ ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും 2 പൾമിനറി വെയിൻ ഉണ്ട്. അപ്പം അവരെന്ത് ചെയ്യും? അവര് വന്ന് ഇവിടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഈ പ്യൂരിഫൈ ചെയ്ത ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരും. അപ്പം ആ ബ്ലഡ് വരുന്നത് പൾമിനറി വെയിൻ വഴിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ഇവിടുത്തെ പോലെ തന്നെ ഇവിടെയും പോകും. പോകുമ്പോൾ എന്തായിരിക്കും? ഓട്ടോമാറ്റിക് അവിടെ ഒരു വാൽവ് ഉണ്ടാവും. അതിന് നമ്മൾ മിട്രൽ വാൽവ് എന്നാണ് പറയാ. മിട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവ്. ബൈ എന്ന് വെച്ചാൽ 2. അപ്പൊ അവിടെ 2 കസ്പ്സ് അല്ലെങ്കിൽ ഫ്ലാപ്സേ ഉള്ളൂ. അതിന് ഈ ഒരു ലെഫ്റ്റ് സൈഡില് 2 കസ്പുള്ള വാൽവാണുള്ളത്. മിട്രൽ വാൽവ് എന്നാട്ടോ നമ്മൾ അതിന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഈ സൈഡില് ഭയങ്കര പ്രഷറിലായിരിക്കും ബ്ലഡ് വരുന്നത്. കാരണം പ്യൂരിഫൈ ചെയ്ത ഇച്ചിലൂടെ, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. അപ്പൊ നമുക്കത് നമ്മുടെ ശരീരഭാഗത്തേക്കൊക്കെ എത്തിക്കാനുള്ളൊരു സംഭവമാണ്. അപ്പം റൈറ്റ് സൈഡിനെ അപേക്ഷിച്ച് ലെഫ്റ്റ് സൈഡിലായിരിക്കും കൂടുതൽ പ്രഷർ. അതുപോലെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ പ്രഷർ കൂടുതലാണ്. അതിന്റെ ഭിത്തിക്ക് ഭയങ്കര തിക്നെസ് ഉണ്ടായിരിക്കും കേട്ടോ. അതുപോലെ ലെഫ്റ്റ് വെൻട്രിക്കിൾ വന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് നേരെ പോകുന്നത് നമുക്കിനി അങ്ങോട്ടൊക്കെ തിരിച്ചിങ്ങോട്ട് തന്ന ബ്ലഡിനെ നമ്മൾ തിരിച്ച് ബാക്കിയുള്ള ഭാഗത്തേക്ക് എത്തിക്കണം, നമ്മുടെ ശരീരഭാഗത്തേക്ക് എത്തിക്കണം. അപ്പൊ അത് നേരെ അയോട്ടയിലേക്കാണ് പോകേണ്ടത്. അയോട്ട എന്നാണ് പറയുന്നത്. പൾമിനറി, ഈ അയോട്ടയിലേക്ക് നമ്മൾ ഈ പൾമിനറി വെയിൻ കൊണ്ടുവരുന്ന ബ്ലഡിനെ നമുക്ക് ശരീരഭാഗത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക് പോകുന്ന അതിന്റെ ഇടയ്ക്കുള്ള ഒരു വാൽവാണ് അയോട്ടിക് വാൽവ് എന്ന് പറയുന്നത്. അയോട്ടിക് വാൽവ് എന്താ ചെയ്യുന്നത്? അയോട്ടിക് വാൽവ് അവിടുന്ന് നേരെ ഈ അയോട്ടയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതാണ് അയോട്ട എന്ന് പറയുന്നത്. ഈ അയോട്ടയിലേക്ക് ഈ 3 ഭാഗങ്ങൾ കണ്ടോ? ഇത് നമ്മുടെ ഹെഡ്, തല, അതായത് കഴുത്ത്, തല, മുകളിലേക്കുള്ള ഭാഗത്തേക്ക് കൊടുക്കുന്ന ബ്ലഡ് ആണിത്. ഈ ഒരു ഭാഗത്തേക്ക് കാണിക്കുന്നത്. പിന്നെ ഇത്, പിന്നെ അവിടുന്ന് താഴത്തേക്ക് നമ്മുടെ ശരീരഭാഗത്തേക്ക് എത്തിക്കുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് ഇതിനകത്ത് നമ്മുടെ ഹാർട്ട് സർക്കുലേഷനിൽ ഓർക്കാനുള്ളത്. അപ്പം ഇവിടുന്ന്, അതായത് ഈ അയോട്ടയിൽ നിന്ന് ഈ ശരീരഭാഗത്തേക്കൊക്കെ പോകുന്നത് സിസ്റ്റമിക് സർക്കുലേഷനിൽ പോകും. പിന്നെ ഈ ലങ്സിൽ വെച്ചിട്ട് പ്യൂരിഫിക്കേഷൻ നടക്കുന്നതാണ് പൾമിനറി സർക്കുലേഷൻ എന്ന് പറയാം. അപ്പൊ ഇതിനിടയിൽ ഈ റൈറ്റ് വെൻട്രിക്കിളിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിലായൊരു കുറച്ച് സ്ഥലം ഉണ്ടാവും. അതിന് നമ്മൾ ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം എന്നാണ് പറയുക. അതുപോലെ റൈറ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് ഏട്രിയത്തിനും ഇടയിലും ആ ഒരു സ്ഥലമുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്നും പറയും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഓർത്തിരിക്കേണ്ടതായിട്ട് ഉള്ളത്. അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിക്കാം. അപ്പം താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. സ്റ്റേ ബ്ലെസ്ഡ്.